ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബംഗ്ലാദേശിനെതിരായിട്ടുള്ള രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ വമ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണല്ലോ. സ്വന്തമാക്കിയെന്നല്ല, പിടിച്ചെഴുത്തു എന്ന് വേണം പറയാൻ. കാരണം നമുക്കറിയാം, മഴ പെയ്തുകൊണ്ട് ഏകദേശം 2.5 ദിവസത്തോളം കളി മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അങ്ങനെയുള്ളൊരു മത്സരമാണ് സമനിലയിൽ അവസാനിക്കുമെന്ന് എല്ലാവരും വിധി എഴുതിയ കളിയാണ്. തീർച്ചയായിട്ടും ടീം ഇന്ത്യ വിജയം പിടിച്ചെടുത്തുകൊണ്ട് ആ ഒരു സമനിലയല്ല ഞങ്ങൾക്ക് വേണ്ടത്, വിജയം തന്നെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത്. അതിന് ടീം ഇന്ത്യയുടെ പോരാട്ട വീര്യത്തിന് കൈയടിക്കുക തന്നെ വേണം. ഹിറ്റ്മാൻ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ പൊളിച്ചെടുക്കുന്ന കാഴ്ച തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ബംഗ്ലാദേശ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന 95 റൺസ് എന്നുള്ള വിജയലക്ഷ്യം വെറും 17.2 ഓവറിൽ തന്നെ വെറും 3 വിക്കറ്റിന്റെ നഷ്ടത്തിലാണ് ഇന്ത്യ മറികടക്കുന്നത്. ഇന്ത്യയുടെ ഒരു തകർപ്പൻ വിജയത്തോടുകൂടി WTC ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിനോട് ഒരു പടി കൂടി അടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. 8 മത്സരം ബാക്കി നിൽക്കവേ ഇനിയൊരു 3-4 ഒക്കെ വിജയം സ്വന്തമാക്കിയാൽ തന്നെ ഇന്ത്യക്ക് ഫൈനൽ ഉറപ്പിക്കാൻ കഴിയും. ഏതായാലും അത് WTC ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഇന്ത്യ ഏതായാലും എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മഴ കളിച്ചിട്ടുള്ള ബംഗ്ലാദേശിനെതിരായിട്ടുള്ള രണ്ടാം ടെസ്റ്റിലെ ഇന്ത്യയുടെ വിജയം അത്യുജ്വലമാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഇന്ത്യയുടെ ബൗളർമാർ അവസരത്തിന് ഉയർന്നതും വിജയം നേടിക്കൊടുക്കുന്നതിൽ നിർണായകമായി മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സമനിലയിൽ അവസാനിക്കേണ്ട ഒരു മത്സരമായിരുന്നു. ഹിറ്റ്മാൻ അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചത് കൊണ്ട് തന്നെയാണ് ടീം ഇന്ത്യ ഇങ്ങനെയൊരു വിജയം കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ളത്. ഹിറ്റ്മാനെ കൈയടിക്കണം. നായകൻ എന്ന നിലയിൽ അദ്ദേഹം മികച്ചൊരു ക്യാപ്റ്റൻസി തന്നെയാണ് പുറത്തെടുത്തിട്ടുള്ളത്. ശരിയാണ്, ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ബാറ്റിംഗിൽ രോഹിത് ശർമ്മയുടെ പ്രകടനം അത്ര മികച്ചതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടുമല്ല. നായകൻ എന്ന നിലയിൽ മിന്നിച്ചപ്പോഴും ബാറ്റ്സ്മാൻ എന്ന നിലയിൽ അദ്ദേഹം വലിയ തോതിലുള്ള സംഭാവനകൾ നടത്തിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ, അതുപോലെ തന്നെ ഒരു ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹം T20 കളിക്കുന്ന രീതിയിലാണ് കളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് തന്നെയായിരുന്നു ഇന്ത്യൻ ടീമിന് ആ ഒരു സെക്കൻഡ് ടെസ്റ്റിൽ വേണ്ടിയിരുന്നതും. അത് രോഹിത് ശർമ്മ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയുടെ നീക്കങ്ങളും ഗംഭീരമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയണം. ഇപ്പോൾ ഇതാ മത്സരത്തിന്റെ വഴിത്തിരിവ് സൃഷ്ടിച്ചിട്ടുള്ള രോഹിത് ശർമ്മയുടെ ഒരു തന്ത്രം എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു KL രാഹുൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: വിക്കറ്റ് വീണാലും ഞങ്ങളോട് ആക്രമിച്ച് കളിക്കാനാണ് രോഹിത് ഭായ് പറഞ്ഞിട്ടുള്ളത്. അതെ, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ത്യൻ ടീം ടെസ്റ്റ് കളിക്കുന്ന രീതിയിലല്ല, മറിച്ച് T20 കളിക്കുന്ന രീതിയിലാണ് ഈ ഒരു സെക്കൻഡ് ടെസ്റ്റ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ സമനില ആവേണ്ടിയിരുന്നൊരു മത്സരം ഇന്ത്യക്ക് വിജയം പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളതും. ഏതായാലും തുടക്കം മുതൽ തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ടീമിന്. നമുക്കറിയാലോ, മഴയെ തുടർന്ന് 2.5 ദിവസത്തോളം നഷ്ടമായി. മോശം കാലാവസ്ഥ മത്സരത്തിന്റെ പകുതി സമയവും നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ എത്ര സമയം വിജയിക്കാനായി ലഭിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ ഉറ്റുനോക്കിയത്. ലളിതമായിട്ടുള്ള പദ്ധതിയായിരുന്നു വേണ്ടിയിരുന്നതും. ജയിക്കാനുള്ള വഴിയാണ് ടീം ആലോചിച്ചതും. ആക്രമിച്ച് കളിക്കാൻ തീരുമാനിച്ചപ്പോൾ നായകൻ രോഹിത് ശർമ്മ പൂർണ്ണമായിട്ടും എല്ലാവരെയും പിന്തുണച്ചു എന്നുള്ളതാണ് KL പറയുന്നത്. ഇടയ്ക്കിടെ വിക്കറ്റ് വീണപ്പോഴും ആക്രമിച്ച് കളിക്കാൻ തന്നെയാണ് രോഹിത് ഭായ് ഞങ്ങളോട് പറഞ്ഞത്. വിജയത്തിനായിട്ട് മാത്രം ശ്രമിക്കൂ എന്നും, അതുപോലെ തന്നെ വിക്കറ്റ് പോയാലും കുഴപ്പമില്ല, നിങ്ങൾ അടിച്ച് കളിച്ചോളുന്ന തരത്തിലാണ് ഹിറ്റ്മാൻ പറഞ്ഞതെന്ന് KL തന്നെ സമ്മതിക്കുന്നു. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ടീം ഇന്ത്യയുടെ പ്ലാൻ അങ്ങ് T20 കളിക്കുന്ന രീതിയിൽ ടെസ്റ്റ് കളിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. എങ്ങനെയെങ്കിലും സമനിലയാക്കാതെ ഈ ഒരു മത്സരം പിടിച്ചെടുക്കുക, വിജയം തന്നെ ലക്ഷ്യം എന്നുള്ളത് തന്നെയായിരുന്നു. ഏതായാലും ടെസ്റ്റിൽ 2.5 ദിവസം മാത്രം നടന്ന ഈ ഒരു മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. 3 ഓവറിൽ തന്നെ ഇന്ത്യ 50 റൺസ് പിന്നിട്ടുകൊണ്ട് ടെസ്റ്റിൽ റെക്കോർഡ് ഇടുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിൽ പിന്നീട് അതിവേഗത്തിൽ 50, 100, 150, 200, 250 എന്നിങ്ങനെയുള്ള റെക്കോർഡുകളെല്ലാം നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെ, അവിടം കാര്യം വ്യക്തമാണ്. ഏതായാലും ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ ശൈലിയെ കടത്തിവെട്ടുന്ന പ്രകടനം തന്നെയാണ് ഇന്ത്യൻ നിര കാഴ്ചവെച്ചതെന്നുള്ള കാര്യവും യാതൊരു സംശയം കൂടാതെ നമുക്ക് പറയാൻ കഴിയും.